ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത് എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, വെറുതെ കോളേജിൽ പോകുന്നതിന് മുമ്പ് റെഡി ആകുന്ന ഒരു വീഡിയോ, അത്രയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കണ്ണിലെഴുത്തിലൂടെയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാണ് നമ്മുടെ മുഖത്ത് ഏറ്റവും നല്ലതായിട്ടിരിക്കുന്നത് ആകെ. അപ്പം കണ്ണ് നന്നായിട്ട് അങ്ങ് എഴുതി പോയേക്കാന്ന് ഓർത്തു. വാലൊക്കെ ഇട്ട് കണ്ണെഴുതി ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങ് തുടങ്ങി. അപ്പം മുഖത്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും അപ്ലൈ ചെയ്യാറില്ല. എന്നാന്ന് ചോദിച്ചാൽ ഒന്നും ഒരു സാധനം പിടിക്കത്തില്ല മുഖത്ത്. അപ്പം അലോവേര ജെൽ തേച്ചിട്ടുണ്ട്. പിന്നെ അപ്പം കണ്ണൊക്കെ നന്നായിട്ട് എഴുതി. കാജൽ ഞാൻ ഉപയോഗിക്കാറില്ല. ചില സമയത്ത് നന്നായിട്ട് ഉപയോഗിക്കും, ചില സമയത്ത് ഉപയോഗിക്കാറില്ല. ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് കാജൽ ഉപയോഗിക്കുന്നില്ല. പകരം കണ്ണ് വെറുതെ ആയിട്ടിരിക്കാതിരിക്കാനാണ് ഞാനിത് ഒരു ബ്ലൂ കളറിൻ്റെ സുഡിയോയുടെ ഒരു കാജലാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ കാജലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം വന്ന പോലെ ഇരിക്കും, അതുകൊണ്ടാണ്. അപ്പം ബ്ലൂ കളറിൻ്റെ കാജൽ ഇരിപ്പുണ്ട്. അപ്പം ഞാനത് ശരി ഇന്നൊരു ചേഞ്ചിന് വേണ്ടി പിള്ളേരൊക്കെ എന്നെ കണ്ടങ്ങ് ഞെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ബ്ലൂ കളറിൻ്റെ കാജലൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ഈ വെള്ള കളറിൻ്റെ കാണുന്നത് എന്നാണെന്നറിയാമോ? ഇത് പൗഡറാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ത് കാജലിട്ടാലും അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഇതിങ്ങനെ ഒലിച്ച് താഴോട്ട് അങ്ങ് വരും. അപ്പം അതൊന്ന് സ്പഞ്ച് പ്രൂഫ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ലിപ്പ് ലൈനറും പിന്നെ ലിപ്സ്റ്റിക്കും. ലിപ്പ് ലൈനർ എനിക്ക് മസ്റ്റാണ്. ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും എനിക്ക് ലിപ്പ് ലൈനർ അത് ഇടണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. പക്ഷേ ഇനിയും ഉണ്ട്. എനിക്ക് ഒരു ലിപ്സ്റ്റിക്കും കൊണ്ട് മതി വരത്തില്ല. എൻ്റെ ഷെയ്ഡിനത് പറ്റില്ലെന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഒരു ഒരു ഡാർക്ക് റെഡ് കളറിനെ കൂടെ ഒന്ന് ഇട്ടിങ്ങനെ മിക്സ് ചെയ്തു. അപ്പോൾ ഓക്കെ ആയി. പിന്നെയും ഇത് കുറച്ച് ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ട് ബ്ലൂ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനടുത്ത് ശരി ഇത് കുറച്ച് കവർ ചെയ്തേക്കാം. അപ്പം ഈ ഒരു ബ്ലാക്ക് ലൈനറിലൂടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. പിന്നെയാണ് ഇനിയിപ്പം മുടിയെല്ലാം സെറ്റാക്കി. പ്രത്യേകിച്ചൊന്നും കൂടുതൽ ഹെയർ സ്റ്റായിലൊന്നും പറ്റത്തില്ല, ബിക്കോസ് ടീച്ചറാണല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് കമ്മലും ഇടണമല്ലോ. അപ്പോൾ പിന്നെ ഓടിപ്പോയി കമ്മലൊക്കെ എടുത്ത് കമ്മലും ഇട്ട് അതേ ഞാൻ പോകുന്നു. ബൈ.